തുടർന്നുള്ള അല്പസമയത്തെ ധ്യാനത്തിനായി ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 11 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. പിറ്റേന്നാൾ അവൻ നയീൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവന്റെ ശിഷ്യന്മാർ വളരെ പുരുഷാരവും കൂടെ പോയി. അവൻ പട്ടണവാതിലിനോട് അടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തനെ പുറത്തു കൊണ്ടുവരുന്നു. അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ, അവളോ വിധവയായിരുന്നു. പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരം അവളോട് കൂടെ ഉണ്ടായിരുന്നു. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സറിഞ്ഞ് അവളോട് കരയണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്ത് ചെന്ന് മഞ്ചം തൊട്ട് ചുമക്കുന്നവർ നിന്നു. ബാല്യക്കാര എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു. മരിച്ചവൻ എഴുന്നേറ്റിരുന്നു, സംസാരിക്കുവാൻ തുടങ്ങി. അവൻ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാവർക്കും ഭയം പിടിച്ചു. ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു, ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വീകരിച്ച് അതിനെക്കുറിച്ചുള്ള ഈ ശ്രുതി യഹൂദിയയിലെയും ചുറ്റുമുള്ള നാടെങ്ങും പരന്നു. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും എന്തു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും എന്തു ാത്ത നന്മകളും എനിക്കെങ്കിലും ദയാനിധേ. അർഹിക്കാത്ത നന്മകളും എനിക്കെങ്കിലും ദയാനിധേ. നമ്മൾ വായിച്ച വേദഭാഗം പലപ്പോഴും നമ്മൾ കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഈ വേദഭാഗത്തു നിന്നും വിധങ്ങളായ നിലയിലുള്ള ആലോചനകൾ ഞങ്ങൾ പലരും കേട്ടിട്ടുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ വചനം നാം ശ്രവിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ ആലോചനയായിട്ട് നമ്മൾ കൈക്കൊള്ളണം. ഏറ്റവും വലിയ പ്രവചനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. നാം ഈ വചനം ദൈവസേനയിൽ നിന്ന് ധ്യാനിക്കുമ്പോൾ, വായിക്കുമ്പോൾ, അതിലൂടെ നാം അറിയാതെ ചില വചനങ്ങൾ നമ്മളോട് ഇടപെടുവാൻ തക്കണം ഇടയായിട്ട്. അതുകൊണ്ടാണ് സങ്കീർത്തനകാരൻ പറയുന്നത്, നിന്റെ ആലോചനയാൽ നീ എന്നെ വഴി നടത്തും, പിന്നത്തേതിൽ നീ എന്നെ മഹത്വത്തിലേക്ക് കൈക്കൊള്ളും എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് നമുക്ക് വായിക്കുവാൻ തക്കണം കഴിയുന്നു. 73-ാം സംഘത്തിലാണത് കാണുന്നത്. നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും. അതുകൊണ്ട് ആരും വന്ന് തലയെ കൈവച്ച് വലിയ പ്രവചനമൊന്നും പറഞ്ഞില്ലെങ്കിലും നമ്മൾക്ക് കേൾക്കുന്നതായ ഈ ദൈവത്തിൻ്റെ വചനം നമ്മളുടെ ആലോചനയായിട്ട് നമ്മൾ കരുതിക്കൊണ്ടാൽ അത് വളരെ അനുഗ്രഹമായിരിക്കും. വലിയവരുന്നവർ വലിയ വലിയ ചിന്തയൊന്നുമില്ലാതെ നമ്മൾ ദൈവസന്നിധിയിൽ ആര് ദൈവവചനം പ്രസംഗിച്ചാലും അത് ദൈവത്തിൻ്റെ വചനമാണ്. അത് ഞാൻ പ്രസംഗിച്ചാലും, യശംഭാഷ പ്രസംഗിച്ചാലും, ചെല്ലംഭാഷ പ്രസംഗിച്ചാലും, ഇവിടെ ഇരിക്കുന്ന ഏത് സഹോദരി സഹോദരന്മാരെ ഇതിൽ നിന്ന് വചനം ശുശ്രൂഷിച്ചാലും അതെല്ലാം ദൈവത്തിൻ്റെ ആലോചനയായിട്ട് കൈക്കൊള്ളുവാൻ തക്കണം ഇടയായിത്തീരാണ്. ഒരിക്കൽ ഞാനൊരു യോഗത്തിന് പോയി. യോഗ നാട്ടിലാണ്. അപ്പോൾ ആ യോഗ ലീഡ് ചെയ്തത് ഞാനാണ്. അപ്പോൾ അത് കടന്നു വന്ന ഒരു ദൈവദാസനെ അല്പസമയം ദൈവവചനം ശുശ്രൂഷിക്കാനായിട്ട് കൊടുത്തു. അദ്ദേഹം എഴുന്നേറ്റ്
വലിയ ശബ്ദത്തിൽ ഒരു തകർപ്പനൊരു പ്രസംഗം സ്ഥലത്ത്. അപ്പോൾ ഞാൻ പ്രസംഗം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു പ്രസംഗം? ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായി. നമ്മൾ നമ്മുടെ കഴിവും എടുത്ത് കാണിക്കാനുള്ള സ്ഥലമല്ല ഈ പുൾപിറ്റ് എന്ന് പറയുന്നത്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആലോചനകൾ അത് ഒട്ടും മായം ചേർക്കാതെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്ന ദൈവജനത്തോട് അറിയിക്കുന്ന ശുശ്രൂഷയാണ് ഈ ദൈവവചന ശുശ്രൂഷ എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം നമുക്കെല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ. ഞാൻ ഈ വായിച്ച വേദഭാഗത്തേക്ക് നിങ്ങളെ ചിന്തയെ തിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പിറ്റേന്നാൾ ഒരു ശുശ്രൂഷയൊക്കെ ചെയ്തതിന് ശേഷമായിട്ട് അടുത്ത ദിവസം നൈൽ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവൻ്റെ ശിഷ്യന്മാരും വളരെ പുരുഷാരവും കൂടെ പോയി. നൈൽ എന്ന വാക്കിൻ്റെ അർത്ഥം സന്തോഷം എന്നുള്ളതാണ്. വാക്കിൻ്റെ അർത്ഥം സന്തോഷം എന്ന വരിയിലും ആ പട്ടണത്തിൽ ഇപ്പോൾ ദുഃഖത്തിൻ്റെയും കരച്ചിലിൻ്റെയും നിലവിളിയുടെയും ശബ്ദമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൂടെ തൻ്റെ ശിഷ്യന്മാരും വളരെ പുരുഷാരവും കർത്താവിൻ്റെ കൂടെ അവൻ പോകുന്നിടത്തെല്ലാം അത്ഭുതങ്ങളും അടയാളങ്ങളും ഫ്രീ ആയിട്ട് ശാപ്പാടുമൊക്കെ കിട്ടും. അതുകൊണ്ട് പോകുന്നിടത്തെല്ലാം അനേക ജനങ്ങൾ കർത്താവിൻ്റെ കൂടെ കൂടിയിരിക്കുകയാണ്. അങ്ങനെ പോകുന്നതായ സന്ദർഭത്തിലാണ് നൈൻ എന്ന സന്തോഷം എന്ന പേരുള്ളതായ ഈ പട്ടണത്തിലേക്ക് കർത്താവും ശിഷ്യന്മാരും പുരുഷാരവും കടന്നു. അവർ പട്ടണത്തിൻ്റെ വാതിലിനോട് അടുത്തപ്പോൾ എന്തുവാണ് സംഭവിക്കുന്നത്? മരിച്ചുപോയ ഒരുത്തനെ പുറത്തു കൊണ്ടുവരുന്നു. മരിച്ചുപോയ ആള് ഒരു വിധവയായ ഒരു സ്ത്രീയുടെ ഏക മകനാണ്. അവളുടെ ജീവിതത്തിൽ ഏക പ്രതീക്ഷയായിരുന്ന ആ പ്രതീക്ഷ എന്നേക്കുമായി അവളുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടുവാൻ പരിമിതിയായിരുന്നു. ഒരു വിധവയുടെ ജീവിതം എങ്ങനത്തോളം ദയനീയമാണെന്ന് നേരിട്ട് കണ്ട് അറിഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ പിതാവ് 2.5 വയസ്സുള്ളപ്പോൾ എനിക്ക് 2.5 വയസ്സുള്ളപ്പോൾ മരിച്ചുപോയി. എൻ്റെ ഇളയ അനിയൻ അവൻ 9 മാസം ഗർഭവതിയാണ് എൻ്റെ അമ്മ. പിതാവിൻ്റെ മരണക്കിടക്കയിൽ എൻ്റെ മാതാവ് നിലത്ത് വീണ് കിടന്ന് കരയുന്നതായ രംഗം ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. ചെറുപ്രായമാണെങ്കിലും പിതാവ് മരിച്ചു കിടക്കുന്നതും അമ്മ അങ്ങനെ നിലത്ത് വീണ് അലമുറയിട്ട് കരയുന്നതൊക്കെയും എൻ്റെ ദൃഷ്ടിയിൽ പെടുന്നുണ്ട്. അന്നു മുതൽ ഈ പ്രായം വരെയും അല്ല, സ്വന്തമായി അധ്വാനിക്കുവാൻ തക്കവണ്ണം ഉള്ളതായ ആ ഒരു കഴിവാകുന്ന സന്ദർഭം വരെയും ഞങ്ങളെ എത്രത്തോളം ബുദ്ധിമുട്ടിയും പ്രയാസപ്പെട്ടും വളർത്തിക്കൊണ്ടുവന്ന ആ ഒരു പശ്ചാത്തലം എനിക്ക് നല്ലവണ്ണം നേരിട്ട് അറിയാവുന്നതാണ്. അതുകൊണ്ട് അനുഭവസ്ഥനാകൊണ്ട് ഈ സ്ത്രീയുടെ മനോവിഷമം, അവളുടെ സങ്കടം, അവളുടെ വേദന എത്രത്തോളം ആഴമുള്ളതാണെന്ന് എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ടാണ് ഞാൻ ഈ വേദഭാഗം ഇങ്ങനെ ലൂക്കോസിന്റെ സുവിശേഷം ധ്യാനിച്ചുകൊണ്ട് കഴിഞ്ഞ രാത്രി ഇരുന്നപ്പോൾ യഥാർത്ഥ സൂക്ഷിക്കണമെന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ പെട്ടെന്ന് ബൈബിൾ എടുത്ത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ഭാഗം എൻ്റെ മനസ്സിലെ ഉടക്കുവാൻ തക്കൊണ്ട് വേണ്ടിയായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് പകൽ ഈ ഭാഗം ഒന്നിച്ച് സൂക്ഷിപ്പാൻ തക്കവണ്ണം എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ നൽകിയത്. സ്തോത്രം. അപ്പോൾ പട്ടണത്തിൻ്റെ വാതിലിനോടടുത്തപ്പോൾ മരിച്ചുപോയതായ ഈ മകനെ തൻ്റെ ഏക ആശ്രയമായിരുന്നതായ ശവമഞ്ചം ചുമന്നുകൊണ്ട് അനേകർ വലിയ ആളുകൾ എതിരെ വരുന്നുണ്ട്. ഒരു കൂട്ടം ആളുകൾ ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലുന്നു, മറ്റിടത്ത് നിന്ന് എതിരെ വരുന്നു. കരച്ചിലും നിലവിളിയുമായിട്ട് ഒരു കൂട്ടം ജനം ശവം അടക്കുവാനായിട്ട് എതിരെ വരുന്നു. മരിച്ചുപോയതായ മരണവും ജീവനും തമ്മിൽ സന്ധിക്കുന്നതായ ഒരു രംഗമാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ആരാണ് ജീവൻ? നമുക്കെടുത്താവായ യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മരണവും ജീവനും തമ്മിൽ ഏറ്റുമുട്ടുന്നതായ നൈൻ എന്ന ആ പട്ടണത്തിന്റെ വാതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയാണെന്ന് കൊണ്ടിരിക്കുക. യെരുശലേം, അതായത് പലസ്തീൻ നാട്ടിലൊക്കെ ഓരോ പട്ടണത്തിലും വാതിലുണ്ട്. ആ വാതിലുകളിൽ ആ ഭാഗത്തേക്കൊന്നും കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല.
പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരവും അവളോട് കൂടെ ഉണ്ട്. വിധവയായിരുന്നുകൊണ്ട് അവളെ അനേകരെ സഹായിച്ചു കാണും ഈ മകനെ വളർത്തിക്കൊണ്ടുവരുവാൻ. അവളുടെ ദൈനംദിന ജീവിതത്തിൽ ആവശ്യമായ എല്ലാ സപ്പോർട്ടുകളും അവൾക്ക് കൊടുത്തിരുന്ന ഒരു കൂട്ടം ആളുകൾ അവളോട് കൂടെ ഉണ്ടായിരുന്നു. അവൾ ആ നാടിന് നല്ല സാക്ഷ്യമുള്ളവളായിരുന്നു എന്ന് ആ കൂടെ വന്നുകൊണ്ടിരിക്കുന്ന ആ പുരുഷാരം നമ്മളെ വിളിച്ചറിയുന്നുണ്ട്. സ്തോത്രം. അവൾക്ക് അങ്ങനെ സാക്ഷ്യമൊന്നുമില്ലാതെ യൗവനക്കാറ്റിയായ ഒരു വിധവയായിരുന്നുവരികിൽ ഒരുപക്ഷെ ഏതെല്ലാം നിലയിൽ ജീവിക്കുമോ അങ്ങനെയുള്ള ആളിൻ്റെ ഒരു മകൻ്റെ സംസ്കാര ശുശ്രൂഷയ്ക്ക് ഇത്രയും വലിയ ആളുകളൊന്നും കൂടത്തില്ല. എന്നാൽ ഈ ശവമഞ്ചത്തിൻ്റെ കൂടെ വലിയൊരു പുരുഷാരം ആ പട്ടണത്തിൽ നിന്ന് കൂടിയിട്ടുണ്ട്. അപ്പോൾ ആ ദേശത്തിന് സാക്ഷ്യമുള്ള ഒരു സഹോദരിയായിരുന്നു എന്ന് ഇവളൊന്നും നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കുവാൻ തക്കോണം കഴിയുന്നു. സ്തോത്രം. ഞാൻ മുന്നോട്ട് പോട്ടെ. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സ് നോക്കാതെ ആ ഭാഗത്തു നിന്ന് ചില കാര്യങ്ങൾ ഊന്നി നിന്നുകൊണ്ട് ഓർപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കർത്താവ് അവളെ കണ്ടിട്ട് മനസ്സലിഞ്ഞു. എന്നിട്ട് അവളോട് പറയുകയാണേ, എന്താണ് പറഞ്ഞത്? കരയണ്ട. സ്തോത്രം. നമ്മൾ പലപ്പോഴും കരഞ്ഞിട്ടുണ്ട്. സ്തോത്രം. എൻ്റെ മാതാവ് അവിടെ കിടന്ന് കരഞ്ഞു. അമ്മ കരയുന്നത് കണ്ട് ഞാനും കരഞ്ഞു കാണും. എൻ്റെ മൂത്ത സഹോദരിയും കരഞ്ഞു കാണും. പലരും വന്ന് തോളത്തട്ടിയിട്ട് പറഞ്ഞു കാണും, എന്നെ എടുത്തു കാണും, മോനെ കരയണ്ട. അതുകൊണ്ട് പോലെ നമ്മുടെ കരച്ചിൽ തീരുമോ? തീരത്തില്ല. സ്തോത്രം. എന്നാൽ ഇവിടെ ഒരുവൻ പറയുകയാണ്, മകളെ നീ കരയണ്ട. സ്തോത്രം. പെട്ടെന്ന് ശവമഞ്ചത്തെ പോയി തൊടുന്നു. ശവമഞ്ചം തള്ളിക്കൊണ്ട് പോകുന്നവർ അവിടെ പെട്ടെന്ന് നിർബന്ധക്കളും ഇടിയായി തീർന്നു. എന്നിട്ട് പറയുകയാണ്, ഭാര്യക്കാക എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എന്താണ് അവിടെ സംഭവിച്ചത്? മരിച്ചു കിടന്നവൻ എഴുന്നേറ്റ് ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി. സൗത്ത് ആഫ്രിക്കയിൽ ഒരു ആഫ്രിക്കൻ ദേവദാസം നടത്തുന്ന ഒരു മീറ്റിംഗ് ഉണ്ട്. വലിയൊരു ഇൻ്റർനാഷണൽ മീറ്റിംഗാണ്. അദ്ദേഹം ഒരു മരണ ശുശ്രൂഷ, അതായത് മരണത്തിൽ നിന്ന് ഒരാളെ പ്രാർത്ഥിച്ച് എഴുന്നേൽപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം കാണുമെന്നൊക്കെ വിചാരിച്ചു. അത് വർഷങ്ങൾക്ക് മുമ്പ് ഉള്ളതാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ 12 പ്രാവശ്യം കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഫേസ്ബുക്ക് ഓപ്പൺ ആക്കിയപ്പോൾ പിന്നെ ഫേസ്ബുക്കിൽ യൂട്യൂബിലുണ്ട്. ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ കാണും. ശവപ്പെട്ടിക്കകത്ത് വെള്ള തുണിയിൽ ഇങ്ങനെ പൊതിഞ്ഞ് കിടത്തിയിരിക്കുന്നതായ ആ മനുഷ്യൻ്റെ ശവത്തെ തൊട്ടിട്ട്, ആ മഞ്ചത്തെ തൊട്ടിട്ട് അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ച്, ദൈവാത്മാവിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ പട്ടി കത്തിച്ചാടി കഴിഞ്ഞിട്ടിരിക്കുക, വായ തുറന്നിരിക്കുന്നു. പക്ഷെ അവിടെ സംസാരിക്കുന്നതായിട്ടൊന്നും കാണുന്നില്ല. തുടർന്ന് അദ്ദേഹത്തെ കൈ പിടിച്ച് ആളുകളിൽ വെളിയിൽ ഇറക്കി ഇങ്ങനെ നടക്കുകയാണ്. കൈയൊന്നും ശരിക്ക് വഴങ്ങുന്നില്ല. എനിക്ക് തോന്നുന്നു 2-3 ദിവസമായി കാണും മരിച്ചിട്ട്. കൈയൊന്നും വഴങ്ങാതെ ഇങ്ങനെ നടക്കുകയാണ്. ഉടനെ അവർ വിളിച്ച് അദ്ദേഹം അവിടെ കൂടിയിരുന്ന എൻ്റെ സഹശുശ്രൂഷന്മാരോട് പറഞ്ഞു, ഇവന് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞു, അവന് വെള്ളം കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് അവൻ ആരോഗ്യവാനായി ആ യോഗത്തിൽ സംബന്ധിക്കുന്നതായ ഒരു കാഴ്ച കാണുവാൻ തക്ക വേണ്ടിയായിട്ടുണ്ട്. അപ്പൊ യേശുക്രിസ്തുവിന്റെ കാലത്ത് മാത്രമല്ല മരണത്തിൽ നിന്നുള്ളതായ ഉയർപ്പ്, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ശുശ്രൂഷകൾ നടക്കുന്നത്. ഒരുപക്ഷെ അതിൻ്റെ യാഥാർത്ഥ്യം എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയില്ല. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ വരുന്നതാണ്. എന്നാൽ അതൊരു വലിയ കോൺഗ്രിഗേഷനാണ്. ആളുകളൊക്കെ ആയിരക്കണക്കിന് അവിടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതായ നടുവിൽ ഇങ്ങനെയുള്ളതായ ഫേക്കായിട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കുമോ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. തീർച്ചയായിട്ടും അത് യാഥാർത്ഥ്യമായിട്ട് നമുക്ക് അതിനെ കാണുവാൻ തക്കണം. എനിവേ, അപ്പൊ ഇവിടെ കർത്താവ് ആ മഞ്ചത്തെ തൊട്ടു. അവനോട് പറയണം, ബാല്യക്കാരാ നീ എഴുന്നേൽക്കാം. അവനോടനെ എഴുന്നേറ്റ് സംസാരിക്കാൻ തുടങ്ങി. കർത്താവ് എന്താ ചെയ്ത്? അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. നിസാരമില്ല മകളെ, കരയ്ക്കണ്ട എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്തെന്ന് അവിടെ കയ്യിൽ കർത്താവ് ഏൽപ്പിച്ചു കൊടുത്തു. ഇതാ നിന്റെ മകൻ, അവൻ മരിച്ചവനായിരുന്നു, ഇപ്പോൾ അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇതാ അവിടെ കയ്യിൽ അവർക്ക് അവരുടെ ജീവിതം നഷ്ടപ്പെട്ടു, അവരുടെ ആശ്രയം നഷ്ടപ്പെട്ടു, അവരുടെ ഭാവി ജീവിതം എങ്ങനെയാണെന്ന് അറിയാൻ വയ്യാതെ അവൾ നഷ്ടപ്പെട്ടു പോയതായ സ്ഥാനത്ത് അവൾക്കൊരു പുതിയ വഴി, ഒരു പുതിയ ബന്ധാവ്, ഒരു പുതിയ ഭാവിയുടെ അനുഗ്രഹം അവൾക്ക് വേണ്ടി ഒരുക്കി കൊടുക്കുവാൻ തക്കവണ്ണം കർത്താവിനെ പ്രാപ്തനാക്കിയത് അവനോട് കർത്താവിന് മനസ്സലിവുണ്ടായിട്ടാണ്.
ലോകത്തിൽ അനേക ദയനീയമായ കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾക്കാർക്കെങ്കിലും മനസ്സറിഞ്ഞിട്ടുണ്ടോ? അവനെ നോക്കി മനസ്സറിഞ്ഞിട്ട് എനിക്കെന്താണോ, ഞാൻ എൻ്റെ കാര്യം നോക്കി നടക്കും. അങ്ങനെയല്ല ഈ ലോകത്തിലെ മനുഷ്യരുടെ ചിന്താഗതി. ലോകത്തിൽ അനേക ചാരിറ്റി പ്രവർത്തനങ്ങൾ നടക്കുന്നവരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന ഒരു ഫൗണ്ടേഷനാണ് റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. റോക്ക്ഫെല്ലർ എന്ന് പറയുന്നത് അമേരിക്കയിലെ ഒരു വലിയ വ്യവസായി ആയിരുന്നു. അദ്ദേഹം മറ്റുപോയി. അദ്ദേഹത്തിന് 3ാം തലമുറയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോടിക്കണക്കിന് ഡോളറാണ് ഈ ഒരു ചാരിറ്റി പ്രവർത്തനത്തിന് വേണ്ടി ആ കുടുംബം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, ലോകത്തിൽ അനേക ദയനീയമായ അവസ്ഥകളെ കണ്ട് ചാരിറ്റി പ്രവർത്തനം നടക്കുന്നവർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. ആമേൻ. മറ്റുള്ളവരുടെ ദയനീയമായ അവസ്ഥയെ കണ്ട്, അവരുടെ കണ്ണുനീരിനെ കണ്ട്, അവരുടെ പ്രയാസത്തെ കണ്ട് അവർക്ക് വേണ്ടി അല്പം ആമേൻ കയ്യിലുള്ളതിന്റെ ഒരു ഭാഗം ഷെയർ ചെയ്യുവാൻ തക്കവണ്ണമുള്ളതായ ശക്തി നമ്മളിലേക്ക് ഇന്ന് വൽക്കാലം കടന്നു വരുവാൻ തക്കവണ്ണം ഇടയാകും. ദൈവത്തിന് ഇഷ്ടം. ഇതുവൽക്കാലം കർത്താവ് പകർന്നു കൊടുത്തത് ആമേൻ യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേറ്റപ്പോൾ ആലലിയ പരിശുദ്ധാത്മാവ് പ്രാവുപോലെ അവന്റെ മേൽ ഇറങ്ങി വന്നതായ ആ സന്ദർഭം മുതൽ അത്ഭുതത്തിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം അവനെ പ്രാപ്തനാക്കി ആരെ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ. ദൈവത്തിന് സ്തോത്രം. മരണത്തിൽ നിന്നും ഈ മനുഷ്യരെ ഉയർപ്പിക്കാനുള്ളതായ ശക്തി നമ്മുടെ തൃത്വത്തിൽ 3ാമനാകുന്ന പരിശുദ്ധാത്മാവിനുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഏത് അത്ഭുതവും ഹല്ലേലൂയ നടക്കുമെന്ന് നമ്മുടെ കർത്താവ് തന്നെ ഈ ലോകത്ത് പറഞ്ഞിട്ടുണ്ട്. കർത്താവ് പറഞ്ഞു, ഞാൻ പോയാൽ മറ്റൊരു കാര്യസ്ഥനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. അവൻ കടന്നു വന്നാൽ ഞാൻ ചേരും വലിയ കാര്യങ്ങൾ ചെയ്യുമെന്ന് കർത്താവ് പറഞ്ഞിട്ടാ പോയി. ആരെങ്കിലും വലിയ കാര്യങ്ങൾ വല്ലതും ചെയ്യുന്നുണ്ടോ? ദേവാസന്മാരെല്ലാം കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ പോലെ കിട്ടുന്ന വരുമാനമൊക്കെ അരിഞ്ഞ് വാങ്ങിച്ച് കൂട്ടടിച്ചുകൊണ്ട് നടക്കുകയാണ്. കർത്താവിന് വേണ്ടി അനേക രോഗികളെ സൗഖ്യമാക്കുവാനും അനേക മരിച്ചവരെ ഉയർപ്പിക്കുവാനും ഉള്ളതായ ആമേൻ ഒരു ഹല്ലേലൂയ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മളെ വിളിച്ച് വേർതിരിക്കേ. അങ്ങനെയുള്ള ശുശ്രൂഷ നമ്മൾ ചെയ്യുന്നുണ്ടോ? നിങ്ങളോ? ലോകാവസാനത്തോളം നിങ്ങളോട് കൊണ്ട് നിങ്ങൾ പോയി ആമേൻ യെരൂശലേമിലും യഹൂദ്യയിലും ആമേൻ ശമര്യയിലും ഭൂമിയിലറ്റത്തോളം എന്റെ സാക്ഷികളാകുവിൻ എന്ന് കർത്താവ് പറഞ്ഞ് ഏൽപ്പിച്ചതായ സാക്ഷ്യം നമ്മൾ ആരെങ്കിലും ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ടോ? ആ പരിശുദ്ധാത്മാവിലുള്ള ശക്തി കൊണ്ടാണ് യേശു ഈ അത്ഭുതം ചെയ്യുവാൻ തക്കണം ഇടയായി തീർന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഏകദേശം 18-19 നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കാതറിൻ കുൾമാൻ എന്ന് പറയുന്ന ഒരു ദേവദാസിയുണ്ട്. നിങ്ങൾ കാതറിൻ കുൾമാൻ എന്ന് യൂട്യൂബിൽ അടിച്ചാൽ കിട്ടും. അവരേക വലിയ പ്രകടനങ്ങളൊന്നും അവരുടെ ശുശ്രൂഷയിലെങ്കിലും ദൈവവചനം വളരെ ശാന്തമായി സംസാരിക്കും. എന്നുവെച്ചാൽ അനേക ആ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അനേക രോഗികൾ വീൽ ചെയറൊക്കെ ആയിട്ട് കടന്നു വന്നിട്ട് വീൽ ചെയറൊക്കെ മാറ്റി ആ സൈഡിൽ വെച്ചിട്ട് അവർ എഴുന്നേറ്റാണ് വരുന്നത്. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് നമ്മളെ ഓരോരുത്തരും വിളിച്ചത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളെ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകണം. ഹല്ലേലൂയ. ഞാൻ മുന്നോട്ട് പോകട്ടെ. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ഭയം പിടിച്ചു. ഭയം പിടിക്കാതിരിക്കും. പിന്നെ കുടിയിലേക്ക് കൊണ്ടുപോകാൻ അടക്കാൻ വേണ്ടി കൊണ്ടുവന്ന് എഴുന്നേറ്റിരുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ ആർക്കെങ്കിലും ഭയം പിടിക്കാതിരിക്കുമോ? എല്ലാവരും പനി പിടിച്ചായിരുന്നോ? ഞാൻ എത്ര പേര് പനി പിടിച്ച് അവിടെ ഓടിയെന്ന് എനിക്ക് കിട്ടില്ല. സ്തോത്രം. എന്നിട്ട് പറയാൻ ഒരു വലിയ പ്രവാചകൻ നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിരിക്കുന്നു. ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വീകരിച്ചു. യേശുവിനെയൊന്നും ആരും പൊക്കിക്കൊണ്ട് നടന്നില്ല. ആരെ മഹത്വീകരിച്ചു? ദൈവത്തെ മഹത്വീകരിച്ചു. ദൈവത്തിന് സ്തോത്രം. ആരെയും ഒരു പനിക്ക് വല്ല പ്രാർത്ഥിച്ച് സൗഖ്യമായി കഴിഞ്ഞാൽ പിന്നെ ആ പുള്ളിയാൽ വലിയ ദൈവമായിട്ട് കൊണ്ട് നടക്കുക. പ്രവർത്തിച്ചതാരാ? ദൈവമാണ്. അദ്ദേഹം പ്രാർത്ഥിച്ചത് മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ വായിക്കുന്നു, കർത്താവ് പ്രാർത്ഥിച്ചു. ആമേൻ. ആ മനുഷ്യൻ എഴുന്നേറ്റ് സംസാരിച്ചു. എല്ലാവർക്കും ഭയം പിടിച്ചു. എല്ലാവരും ഒരുമിച്ച് നമ്മുടെ ഇടയിൽ വലിയ പ്രവാചകൻ എഴുന്നേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മോചിച്ചു. അന്ന് പ്രവാചകന്മാർക്ക് എന്ന് പറഞ്ഞാൽ പ്രവാചകനും പുരോഹിതനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദേശത്ത് അന്നത്തെ കാലയളവിൽ വലിയ ബഹുമാനവും സ്ഥാനവും ഉണ്ട്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് നമ്മുടെ ഇടയിൽ ഒരു വലിയ പ്രവാചകൻ എഴുന്നേറ്റിരിക്കുന്നു. ശമൂവേലിന്റെ ആ കാലത്ത്, എലീശയുടെ കാലത്ത്, ഏലിയാവിന്റെ കാലത്ത് എല്ലാ പ്രവാചകന്മാരെയും ദൈവങ്ങൾ അയച്ച എല്ലാ പ്രവാചകന്മാരെ കൊണ്ടും അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട ആ തലമുറകളുടെ ആമേ പിന്തലമുറയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ ഒരു വലിയ പ്രവാചകൻ എത്തിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അവനെ കുറിച്ചുള്ള ശ്രുതി ദേശത്തെല്ലാം യഹൂദിലൊക്കെയും പറഞ്ഞു. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ കുഴിക്കൽ ഒരു 4-5 പേര് അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ആരാന്നറിയോ? ഈ കുഴി വെട്ടിയാണ്.
അവർക്ക് കാശ് കൊടുത്തിട്ടില്ല. ഈ കുഴി വെട്ടിയവർക്ക് കാശ് കൊടുക്കുന്ന എപ്പോഴാണെന്ന് അറിയാവും? അടക്കമൊക്കെ കഴിഞ്ഞ് സെല്ലാണെങ്കിൽ സെല്ലിൻ്റെ ആ മൂടിയൊക്കെ എടുത്ത് വെച്ച് ആ കറണ്ടി കൊണ്ട് അതിൻ്റെ സൈഡ് 4 സൈഡും സിമെൻ്റൊക്കെ വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷമേ ഇവർക്ക് കാശ് കൊടുക്കത്തുള്ളൂ. പാവങ്ങൾ അവരൊഴിച്ച് കുഴിയൊക്കെ കുഴിച്ചിട്ട് അവിടെ നോക്കിയിരിക്കുകയാണ് ശവം വരുന്നത്. ഇപ്പം ആരാ അങ്ങോട്ട് ചെല്ലുന്നത്? ശവമല്ല ചെയ്യുന്നത്, ഈ മരിച്ചവനങ്ങോട്ട് നടന്നിരിക്കുകയാണ്. ഞാൻ വിചാരിക്കുന്നു ഒരുപക്ഷെ ഇവർ ചെയ്ത ഈ അധ്വാനത്തിൻ്റെ ഫലം അവർക്ക് കൊടുത്തു കാണുമല്ലേ. ഏതായാലും അത് വെട്ടിയവർക്ക് അതിൻ്റെ കൂലി ചെയ്താലും അവർ കൊടുത്തു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെ കർത്താവ് മുഴുപ്പിച്ച് കാണും. കാരണം കർത്താവിനറിയാം അവിടെ 3-4 പേര് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അവർ രാവിലെ മുതൽ 2-3 മണിക്കൂർ പണിപ്പെട്ടാണ് ഇവന് വേണ്ടി ഒരു ശവക്കുഴി ഒരുക്കിയത്, അല്ലെങ്കിൽ അവിടുത്തെ കല്ലറ ഒരുക്കിയത്. ആ കല്ലറ ഒരുക്കിയിട്ടുള്ളതായ അല്ലെങ്കിൽ പ്രതിഫലം കർത്താവ് കൊടുപ്പിച്ച് കാണും. ഇത് വെക്കാതെ ഞാൻ പറയുന്നത് ഹല്ലേലൂയ, നിന്റെ നാശം കാണുമെന്നൊക്കെവണ്ണം, അവേ നിന്റെ കണ്ണുനീര് കാണുമെന്നൊക്കെവണ്ണം, അവേ നിന്റെ പ്രയാസങ്ങൾ കാണുമെന്നൊക്കെവണ്ണം ഒരുങ്ങിയിരിക്കുന്ന ഹല്ലേലൂയ ഒരു കൂട്ടം ആളുകളുണ്ട്. ഹല്ലേലൂയ. എന്നാൽ അതിന്റെ മധ്യത്തിൽ നിന്റെ കണ്ണുനീര് കണ്ട് നിന്റെ കരച്ചിൽ കണ്ട് നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് അവേ ആ വിഷയത്തിന്റെ മേൽ കരം തൊട്ട് അതിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിന്റെ ജീവിതത്തിലേക്ക് മടക്കി തരുവാൻ തക്കവണ്ണം ശക്തിയുള്ള ദൈവത്തിന്റെ സന്നിധിയിലാണ് ഇന്ന് നമ്മളായിരിക്കുന്നത്. വിശ്വസിക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവിനാൽ നടക്കുന്ന ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും അവയെ ഹല്ലേലൂയ നമ്മളിൽ കൂടെ നടക്കുമെന്ന വേണ്ടിയായിത്തീരും. അതിനുവേണ്ടിയാണ് ഹല്ലേലൂയ ഈ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്. അല്ലാതെ പാട്ടുപാടി ഒരു 4 അന്യഭാഷ പറഞ്ഞിട്ട് അയ്യോ ഇന്ന് ദൈവം എന്നെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞ് വീട്ടിൽ കടന്നു പോകുവാനല്ല. ആ ശക്തി ഇന്ന് വക്കാലം നമ്മുടെ മേൽ നിന്ന് കടന്നു വന്നു. കർത്താവേ, നീ എന്റെ മേൽ പകർന്നിരിക്കുന്ന ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് എനിക്ക് ചില അത്ഭുതങ്ങൾ ചെയ്യുവാൻ എന്നെ പ്രാപ്തരാക്കണമേ. നിന്റെ നാമത്തിന് വേണ്ടി ചിലർക്ക് ഭയം പഠിക്കുന്ന നിലയിൽ ശുശ്രൂഷകൾ ചെയ്യുവാൻ തക്കവണ്ണം, അനേകരെ കർത്താവിലേക്ക് നേടുവാൻ തക്കവണ്ണം അങ്ങയുടെ ആത്മാവിനാൽ എന്നെ ഇന്ന് വക്കാലം നിറയ്ക്കണമെന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. അതായിക്കട്ടെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ ലോകോത്തര വിശേഷത്തിൽ തന്നെ നമുക്ക് മറ്റൊരു ഭാഗം കാണുവാൻ തക്കവണ്ണം കഴിയും. 11-ാം അധ്യായത്തിന്റെ 43 വരെ 11-ന്റെ താഴെ. നിങ്ങൾക്കയ്യോ കഷ്ടം, മനുഷ്യന്മാരായ നിങ്ങൾക്കയ്യോ കഷ്ടം. നിങ്ങൾക്ക് പള്ളിയിൽ മുഖ്യാസനവും അങ്ങാടിയിൽ വന്ദനവും പ്രിയമാകുന്നു. നിങ്ങൾക്കയ്യോ കഷ്ടം, നിങ്ങൾ കാണുവാൻ കഴിയാത്ത കല്ലറകളെ പോലെ ആകുന്നു. അവിടെ മീതെ നടക്കുന്ന മനുഷ്യർ അറിയുന്നില്ല. ഈ പരീക്ഷന്മാരെ നോക്കി പറയുകയാണ്, നിങ്ങൾ വെറും കല്ലറകളാണ്. എന്നാൽ കല്ലറയിൽ നിന്നും ആളിനെ വെളിയിൽ കൊണ്ടുവരുവാൻ ശക്തിയുള്ളവൻ അവിടെ അവരുടെ നടുവിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന കാര്യം ഈ പരീക്ഷന്മാർക്ക് അറിയത്തില്ല. അവർക്ക് പ്രമാണിച്ചുകൊണ്ട് നടന്നാൽ മതി. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വേറെ ആളെ കർത്താവ് ഉയർത്തുന്നതായിട്ട് നമുക്ക് ഉയർപ്പിക്കുന്നതായിട്ട് വാങ്ങിക്കാൻ തക്കോണം കഴിയുന്നുണ്ട്. ഞാൻ ആ ഭാഗത്ത് കടന്നുപോയാൽ നമ്മുടെ ശുശ്രൂഷകൾ അവസാനിക്കത്തില്ല സമയത്തിനുള്ളിൽ. ദൈവത്തിന് സ്തോത്രം. ലാസറിനെ ഉയർപ്പിച്ച കഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മാർത്തയ്ക്കും മറിയയ്ക്കും ഏക സഹോദരൻ ആശ്രയമായിരുന്ന ലാസർ മരിച്ചുപോയി. കർത്താവിനെ ആളയച്ച് വിളിപ്പിച്ചിട്ടും കർത്താവ് വന്നില്ല. നമ്മളാരും വരിയില്ല. പിന്നെ ആ സഭയിലോട്ട് പിന്നെ തിരിഞ്ഞു നോക്കത്തില്ല. പാഷോട് വരാമെന്നിട്ട് വരുന്നില്ല. സ്തോത്രം. എന്നാൽ കർത്താവ് അവിടെ കടന്നു ചെന്നപ്പോൾ, കർത്താവ് നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കില്ലായിരുന്നു. എന്നാൽ കർത്താവ് പറയുന്നത്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഏത് ശുശ്രൂഷയിലും കർത്താവിനെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന വിധത്തിലുള്ള ശുശ്രൂഷയായിരുന്നു കർത്താവ് ചെയ്തുകൊണ്ടിരുന്നത്. ഹല്ലേലൂയ. നമ്മളേതെല്ലാം ശുശ്രൂഷ ചെയ്താലും, ഹല്ലേലൂയ, എന്ത് കാര്യം നമ്മൾ ചെയ്താലും നമ്മുടെ മഹത്വത്തിന് വേണ്ടിയല്ല, എൻ്റെ ഹല്ലേലൂയ വ്യക്തിപരമായ ഉയർച്ചയ്ക്ക് വേണ്ടിയോ മഹത്വത്തിന് വേണ്ടിയോ അല്ല. എന്ത് കാര്യം ചെയ്താലും അവിടെ കർത്താവിൻ്റെ നാമം ഉയർത്തപ്പെടുവാൻ മഹത്വപ്പെടുവാൻ തക്കണ വേണ്ടിയായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ഭാഗത്തു നിന്നും വിരമിക്കുകയാണ്.